ഹായ് ഗൈസ്, എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായിയാണ്. വളരെ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കടായി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് അല്പം കോൺഫ്ലവർ, പിന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത ചുവന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് പാൻ അടുപ്പിൽ വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഉള്ളത് മൊത്തമായിട്ട് തന്നെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു സമയമാകുമ്പം ഒരു ഭാഗം റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ല പോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ പരുവമായാൽ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ മൊത്തമായിട്ട് ഇതുപോലെ കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ ചട്ടിയിലോട്ട് തന്നെ ഒരു 2 സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പും ചേർക്കാം കേട്ടോ, എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ച ചിക്കനാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതൊന്നൊരു 5 മിനിറ്റ് സമയത്തേക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 തക്കാളി എടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ചിക്കൻ മസാല, കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ശേഷം അല്പം ഗരം മസാല ഇവ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അല്പം
മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് സമയം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം സോസ് ഒഴിച്ച് കൊടുക്കാം, ടൊമാറ്റോ സോസ്. ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നതിന് ശേഷം നല്ല പോലെ ഇവയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അല്പം തേങ്ങ ചിരകിയത് എടുത്തിട്ട് ഒരു ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നല്ല പോലെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് കട്ട് ചെയ്ത് ഈ തേങ്ങയുടെ കൂട്ടത്തിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ക്യാപ്സിക്കം നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവ റെഡിയായി കഴിഞ്ഞാൽ ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചിക്കൻ കടായി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ പൊറോട്ട ആണ് എടുത്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ.